പ്രൈസ് ലോഡ്. ദൈവനാമം മഹത്വം ഉണ്ടാവട്ടെ. ഒരു വചനഭാഗം നമുക്ക് ധ്യാനിക്കാം. 1 പത്രോസ് 2-ാം അധ്യായം വാക്യം 24 നമ്മളോട് ഇങ്ങനെ ഒരു സന്ദേശം പറയുന്നു. മരിച്ചു നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ടു. ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അതെ, നമുക്ക് സൗഖ്യം വന്നത് എങ്ങനെയാണ്? ഒരു ചോദ്യം സ്വാഭാവികമായി വന്നേക്കാവുന്ന ചോദ്യമാണ്. കർത്താവായ യേശുക്രിസ്തു എന്തിന് ക്രൂശീകരണം കൈക്കൊണ്ടു എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ്. ക്രൂശിൽ യാഗമായി നമുക്ക് വേണ്ടി അടിപ്പണാൽ നമുക്ക് സൗഖ്യം കിട്ടിയത്, അതായത് പാപത്തിന് ഒരു മോചനം കിട്ടിയത്. ഇവിടെ വചനം വ്യക്തമായി പറയുന്നുണ്ട്. 1 പത്രോസ് അധ്യായം 2 വാക്യം 25 ചെറിയ രീതിയിൽ ഇവിടെ കുറിക്കുന്നു. നാം ദൈവത്തിന്റെ സ്നേഹം കിട്ടാണ്ട് നമ്മൾ പാപത്തിൽ തെറ്റുന്ന ഒരു ആടുകളെ പോലെയായിരുന്നു എന്ന് വചനം പറയുന്നു. ഒരു ആട്ടിൻകൂട്ടത്തിന് അതിനെ നയിക്കാൻ ഒരു ഇടയൻ ആവശ്യമാണ്, അല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. അല്ലെങ്കിൽ കൂട്ടം തെറ്റിപ്പോയി പല വലിയ ആപത്തിലേക്ക് ചെന്നു ചാടും, അല്ലെങ്കിൽ ദുഷ്ടമൃഗത്തിന് ഇരയായി തീരും. അതാണ് വചനം പറയുന്നു, നിങ്ങൾ വഴിതെറ്റി പോകുന്ന ആടുകളെ പോലെയായിരുന്നു. കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീരുന്നതിനു മുമ്പ് വചനം പറയുന്നു, ഇപ്പോഴോ നിങ്ങൾക്ക് ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായി മടങ്ങി വന്നിരിക്കുന്നു. ക്രൂശിലെ യാഗം ആയി തീരുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ വഴിതെറ്റി അലയുന്ന ആളുകളെ പോലെ എന്ന് പറയുന്നു. ക്രൂശീകരണം കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ വഴി തെറ്റിപ്പോകാത്ത ആടുകൾക്ക് ഒരു ഇടയനുണ്ട്. അവങ്കിലേക്കാണ് നമ്മൾ മടങ്ങി വരുന്നു എന്ന വചനം പറയുന്നു. അവിടെ കർത്താവായ യേശുക്രിസ്തു, അയാൾ നല്ല ഇടയനാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ ഈ വചനം സമാധാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക.